പാകിസ്ഥാനോടെല്ലാം ഭീകരരോടായിരുന്നു തങ്ങളുടെ യുദ്ധമെന്ന് സൈന്യം. ഇന്ത്യയുടെ സൈനിക താവളങ്ങളെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ഭാരതം നൽകിയതെന്നും സൈന്യം വ്യക്തമാക്കി. നൂർഖാൻ, റഹീം യാർ ഖാൻ വ്യോമത്താവളങ്ങൾ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ സൈനിക മേധാവികൾ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടു. ചൈന പാകിസ്ഥാനെ സഹായിച്ചതിന്റെ വിവരങ്ങളും സൈന്യം പുറത്തുവിട്ടു. ഓപ്പറേഷൻ സിന്ദൂരിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് സൈന്യം ഇന്ന് പുറത്തുവിട്ടത്. ഇസ്ലാമാബാദും ലാഹോറും കൂടാതെ പാകിസ്ഥാന്റെ വാണിജ്യ കേന്ദ്രമായ കറാച്ചിയിലും പ്രത്യാക്രമണം നടത്തിയെന്ന് സൈന്യത്തിന്റെ സ്ഥിരീകരണം. പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ നൂർഖാൻ എയർബേസും റഹീം യാർ ഖാൻ എയർബേസും ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങളും വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടു. Are now being shown to you on the screen. In fact, two of them. This is the strike on the Noor Khan Air Base, and you can see the effect. I'm sure most of you have seen the video. I have also picked it up from your sources only. And this is the aftermath of our strike at Rahim Yar Khan Air Base. You can see the massive crater that it has left on its runway, and you can see the pinpoint accuracy of our weapons. പാകിസ്ഥാനെതിരായ ആക്രമണത്തിൽ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു. ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ അസാധാരണ പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന സർക്കാരിന് സൈന്യത്തിന്റെ പ്രശംസ. That putting together and operationalization of this potent AD environment has been possible over the last decade due to unwavering budgetary and policy support provided by the Government of India in acquiring state-of-the-art equipment and weapon systems. സംഘർഷത്തിനിടെ പാകിസ്ഥാൻ പ്രയോഗിച്ച ചൈനയുടെ PL-15 മിസൈൽ തകർത്തെന്നും അതിർത്തി കടക്കാതെയാണ് ഭാരതം പ്രത്യാക്രമണം നടത്തിയതെന്നും സൈന്യം വ്യക്തമാക്കി. ജനം, ഡൽഹി.